സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോറൈഡ്സ് ആണ്. MSc കെമിസ്ട്രി സ്റ്റുഡൻസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ഭാഗം നോക്കണം. MSc കെമിസ്ട്രി ഉള്ളവർക്കും എന്ത് ചെയ്യാം, ഈ വീഡിയോ ഉപകാരപ്പെടും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബോറൈഡ്സ്, എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. ബോറൈഡ്സ് എന്താന്ന് ആദ്യം അറിയണം. എന്താണ് ബോറൈഡ്സ് എന്നുള്ളത്? ആസ് വി നോ, ബോറൈഡ്സ് നമുക്ക് ഈ എന്താ പറയാ, ഈ ഒരു ഇതിൽ തന്നെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു ഡെഫിനിഷൻ തന്നെ നമുക്ക് കിട്ടും. ബോറോണും പ്ലസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റവും തമ്മിലുള്ള ഒരു ബോണ്ടിങ് വഴി ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബോറൈഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ബോറോൺ ഉണ്ടെങ്കിൽ ബോറോണ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റുമായിട്ട് കൂടിച്ചേരാൻ. അപ്പൊ അങ്ങനെ ഫ്ലൂറിനുമായിട്ട് ബോറോൺ കൂടിച്ചേരും ഇല്ല, കാരണം ഫ്ലൂറിൻ എന്താ, ഹയർ ആയിട്ടുള്ള ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റമാണ്. ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റുമായിട്ടാണ് എന്തുമായിട്ട് ചേരുന്നത്, ഈ ബോറോണ് ഈ കോമ്പൗണ്ട് ആയിട്ട് ചേരുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന കോമ്പൗണ്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ബോറൈഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിലിക്കൺ ബോറൈഡ്സ് ആണ് എക്സാമ്പിൾ. Si-B6 Si-B3. ജനറലി ഇതിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. സാധാരണയായിട്ട് ബോറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഇതിനുണ്ടാവാറുള്ളത്. അതുപോലെ കുറച്ചും കൂടി കോവാലന്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആണ് കൂടി ചേർന്നത്. മോസ്റ്റ് ഓഫ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം കൂടി ചേർന്ന് കഴിഞ്ഞാൽ പൊതുവെ നമുക്കറിയാം കോവാലന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അവിടെ അയോണിക്കിലേറെ, അയോണിക് ഉണ്ടാവില്ല എന്നല്ല, ബട്ട് കുറച്ചും കൂടി കോവാലന്റ് ആയിരിക്കും ഉണ്ടാവുക ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആയിട്ട് ഉണ്ടാകുമ്പോൾ. ബിക്കോസ് അത് അങ്ങനെയാണ്, നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഹൈ മെൽറ്റിംഗ് പോയിന്റും കുറച്ചും കൂടി കോവാലന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കും ആരുണ്ടാകുന്നത്, ഈ ബോറൈഡ് ഫോം ചെയ്യുന്നത്. ബോറൈഡ്സ് മിക്കവാറും ഫോം ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ അറിഞ്ഞിരിക്കുക, പ്രിപ്പറേഷൻ ഓഫ് ദി ബോറൈഡ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ എന്തായിട്ട് ഹീറ്റ് ചെയ്യുക, ബോറോൺ ആയിട്ട് ഹീറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു മെറ്റൽ നമ്മൾ ബോറോൺ ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആറ്റമായിട്ട് നമ്മൾ ആറ്റം ആയിരിക്കണം മെറ്റൽ എന്ന് പറയുന്നത്. മെറ്റൽ എന്ത് ചെയ്യുക, ലെസ് ബോറോണുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബോറൈഡ്സ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മെറ്റലിന് അല്ലെങ്കിൽ മെറ്റലിന്റെ ഓക്സൈഡ് ആയിട്ട് ഓക്സൈഡിനെ എന്തുമായിട്ട് ഹീറ്റ് ചെയ്യാം, ബോറൺ കാർബൈഡുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞിട്ടുള്ള ബോറൈഡ്സ് കിട്ടും. ബോറൈഡ്സ് കിട്ടും. അപ്പോ ഇവിടെ തന്നിട്ടുള്ള യൂറോപ്യൻ ഓക്സൈഡിനെ നമ്മൾ ബോറോൺ കാർബൈഡ്സുമായിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ യൂറോപ്യൻ ബോറൈഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ വേറെ മെറ്റലായിട്ടുള്ള ഓക്സൈഡ് ആയിട്ടാണ് ഇതിന് ബോറോൺ കാർബൈഡ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ അതിനുള്ള ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബോറൈഡ്സ് കിട്ടുന്നത് ആ ഒരു ആറ്റവും കൂടി ചേർന്നിട്ടുള്ളതായിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബോറൈഡ്സ് ഹാവിംഗ് ഐസൊലേറ്റഡ് ബോറോൺ ആറ്റംസ്. ഐസൊലേറ്റഡ് എന്നുള്ളത് തന്നെ എന്താണ് ഈ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ, ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് ഐസൊലേറ്റ് ആയിട്ട് ഒരു ഭാഗത്ത് മൂലക്ക് ഇരിക്കുന്ന ആളെ നമ്മൾ സാധാരണയായിട്ട് ഐസൊലേറ്റഡ് എന്ന് പറയാറുള്ളത്. ഇവിടെ ബോറോൺ ആറ്റം എന്താണ്, ഐസൊലേറ്റഡ് ആണ്. അപ്പൊ ബോറോൺ ആറ്റം ഒറ്റക്കായിരിക്കും ഉണ്ടാവുക, വേറൊരാൾ ഉണ്ടാവുക ഇല്ല, ഒരാള് കൂടെ ഉണ്ടാവില്ല. അപ്പൊ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ബോറോൺ ആറ്റം ഉള്ള ബോറൈഡ്സ് ആണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ. ഇതിൽ എന്ന് പറയാം, ഇൻ ദിസ് കോമ്പൗണ്ട്സ് boron atoms occupy the interstitial site formed by the metal atoms. These interstitial boron atoms are not bonded to each other. അതായത് സപ്പോസ് ഇവിടെ മെറ്റൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ബോറോൺ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവിടെ മെറ്റലിന് എന്താണ് കുറച്ചും കൂടി പ്രിഫറൻസ്, മെറ്റൽ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുക ബോറോണിനേക്കാൾ. കാരണം മെറ്റൽ കുറച്ചും കൂടി ഡോമിനേറ്റഡ് ആണ് ഇവിടെ ബോറോണിനേക്കാൾ. ഇപ്പോ നമ്മൾ ബി എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് MN4 BE ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, സപ്പോസ് നമുക്ക് ഏറ്റവും ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എക്സാമ്പിൾ ചെയ്യാൻ പറ്റിയ ഒരാളാണ് ക്യൂബ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ക്യൂബ് എന്ന് പറയുന്നത് ഈ ക്യൂബിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് ഏറ്റവും ഉള്ളിലാട്ടോ, ഇതിന്റെ ഉള്ളില് ഒരാൾ നിൽക്കുകയാണെങ്കിൽ അത് ആ ഒരു സൈറ്റിനെ നമുക്ക് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്ന് പറയാൻ പറ്റും. ഈ MN ഇങ്ങനെ 4 നിൽക്കുമ്പോൾ ഇതിന്റെ നടുവിൽ ഒരൊറ്റ ബോറോൺ നിൽക്കുമ്പോൾ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ബോറോൺ ആറ്റം ഈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ഓഫ് ദി MN4 ചുറ്റിലായിരിക്കും നിൽക്കുന്നത്. പിന്നെ ഈ ബോറോൺ ആറ്റം വേറൊരു ബോറോണുമായിട്ട് ബോണ്ട് ചെയ്യോ ഇല്ല, കാരണം അത് ഐസൊലേറ്റഡ് ആയിട്ടാണ് നിൽക്കാൻ ശ്രമിക്കുന്നത്. അതൊരിക്കലും എന്ത് ചെയ്യില്ല,
മറ്റൊരു ബോറോൺ ആറ്റവുമായിട്ട് എന്ത് ചെയ്യില്ല, ബോണ്ട് ചെയ്യാൻ ശ്രമിക്കൂല. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ ബോറൈഡ്സ് ഹാവിംഗ് ദ ചെയിൻസ് ഓഫ് ദി ബോറോൺ ആറ്റം. ചെയിൻസ് ഓഫ് ദി ബോറോൺ ആറ്റം ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്തായാലും അവിടെ ഒന്നിൽ കൂടുതൽ എന്തുണ്ടാവും, ബോറോൺ ആറ്റംസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്ത് ഫോം ചെയ്യും, ഒരു ചെയിൻസ് ഫോം ചെയ്യും. ഇങ്ങനെ ഇൻഡസ്ട്രീഷ്യൽ ആയിട്ടുള്ള ബോറോണിൽ എപ്പോഴും ആരുണ്ടാവും, ബി ടു ഉണ്ടാവും. Mn Ab2 B2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് വൺ ഡയമെൻഷനിൽ ആയിരിക്കും കേട്ടോ, ഒരിക്കലും 2 ഡയമെൻഷനിലോ 3 ഡയമെൻഷനിലോ ആയിരിക്കില്ല. ഇപ്പൊ ബി ഇങ്ങനെ കാറ്റനേഷൻ രൂപത്തില് ബി എന്നുള്ള ബോണ്ടിലായിരിക്കും എപ്പോഴും ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ആര് നിൽക്കുക, ഈ പറഞ്ഞിട്ടുള്ള ബോറോൺ നിൽക്കുക. അതായത് മോർ നമ്പർ ഓഫ് ദി ബോറോൺ ആറ്റംസ് ഉണ്ടെങ്കിൽ എപ്പോഴും B2 ആയിട്ടായിരിക്കും നിൽക്കുക. രണ്ട് ബോറോൺ ആറ്റംസും കൂടി ചേർന്നിട്ടുള്ള ഒരു ബോണ്ട് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ആര് നിൽക്കുക, ബോറോൺ നിൽക്കുക. അതായത് ഇവിടെ ചെയിൻ ഫോം ചെയ്യും, B2 ബോറോൺസ് ഹാവിംഗ് ദി ചെയിൻസ് ഓഫ് ദി ബോറോൺ ആറ്റംസ്. ബോറോൺ എപ്പോഴും B2 യൂണിറ്റ് ആയിട്ടായിരിക്കും ഈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ നിൽക്കുക. ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ബോറോൺ ഒറ്റക്കായിരിക്കും, ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതാണ് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, ബോറോൺ ഹാവിംഗ് എക്സ്റ്റെൻഡ് 2 ഡയമെൻഷണൽ നെറ്റ്വർക്ക്. 2 ഡയമെൻഷനിലായിരിക്കും ഇത് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ MgB2 V B2 ഇങ്ങനെയുള്ളതിനാണ് എന്തെന്ന് 2 ഡയമെൻഷൻ നെറ്റ്വർക്ക് ആയിട്ട് നിൽക്കുന്ന ഈ ബോറൈഡ്സ് പോലുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ഇങ്ങനത്തെ കോമ്പൗണ്ടുകളൊക്കെയാണ് ഈ 2 ഡയമെൻഷൻ ആയിട്ടുള്ള നെറ്റ്വർക്ക് കാണിക്കുന്നത്. ഈ 2 ഡയമെൻഷൻ ആയിട്ടുള്ള നെറ്റ്വർക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് പറഞ്ഞാൽ ഹൈ ആയിട്ടുള്ള നല്ല ഹാർഡ് ആയിരിക്കും, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഹാർഡ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആയിരിക്കും, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, ഹാർഡ് ആയിരിക്കും. ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആയിരിക്കും, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, ഹാർഡ് ആയിരിക്കും, ഈ പറഞ്ഞിട്ടുള്ള ബോറൈഡ്സുകളൊക്കെ. പിന്നെ ബോറൈഡ്സ് വിത്ത് 3 ഡയമെൻഷൻ നെറ്റ്വർക്ക്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് 3 ഡയമെൻഷൻ. 3 ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ ഈ ബോറൈഡ്സിന് എന്ന് പറഞ്ഞാൽ ലോട്ട്സ് ഓഫ് ദി അതിനുള്ള ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബോണ്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലന്താനം ബോറൈഡ്സ് ആണ് ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയാം. എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയാനുള്ളത് ബോറൈഡ്സിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ യൂസസ് പറയുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, ബോറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഹാർഡാണ്, ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇതിന്റെ പ്രകാരം നമുക്ക് അതിന് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതായത് അതിന് സെർട്ടൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഹാർഡും ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കെമിക്കലി ഇനേർട്ടും കൂടിയാണ് അതെന്ന് പറഞ്ഞാൽ. നമുക്ക് തെർമോഗ്രാവിമെട്രിയിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ക്രൂസിബിൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ക്രൂസിബിൾ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ, ഇലക്ട്രോഡുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബോറൈഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും ടെമ്പറേച്ചർ കൊടുക്കണം ഇതിനെന്ത് ചെയ്യാന്, മെൽറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ. അപ്പോൾ അത്രയും എന്താ പറയാ ടെമ്പറേച്ചർ വേണം. അത് അത്രയും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് റോക്കറ്റ് നോസിൽസിനൊക്കെ, കമ്പഷൻ ചാമ്പറിനൊക്കെ ഇതിന് യൂസ് ചെയ്യാറുണ്ട്. കാരണം അതിനെ എഫക്ട് ചെയ്യില്ല, അത്രയും ടെമ്പറേച്ചർ ഇതിന് താങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ റോക്കറ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനൊക്കെ വളരെയേറെ യൂസ്ഫുൾ ആണ് ഈ ബോറൈഡ്സ്. കമ്പഷൻ ചാമ്പറിനൊക്കെ എന്ത് ചെയ്യാം, ഇതിന് ഭയങ്കര യൂസ്ഫുൾ ആണ്. That's all. വേറെ കോമഡി നിങ്ങൾ ഇപ്പൊ ഒരു ദിവസം